ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നൂറാസ് റെസിപ്പീസ്. എല്ലാവർക്കും നൂറാസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ഒരു ട്രാവൽ വ്ലോഗിൻ്റെ വീഡിയോ ആണ്. എന്തായാലും ഇത് അൽക്കോറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കാണ്. ഖത്തറിലുള്ള അൽക്കോറിൽ സ്ഥിതി ചെയ്യുന്ന പാർക്കാണ്. എന്തായാലും ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് കുക്കിംഗ് റെസിപ്പീസും അതുപോലെ തന്നെ ട്രാവൽ വ്ലോഗ്സും ഒക്കെ ഇടുന്ന ഒരു ചാനലാണ്. തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പാർക്കിൻ്റെ പേര് അൽ സുഹ റിസർവ് എന്നാണ്. അപ്പോൾ ഒരു ചെറിയ പാർക്കാണ്, പക്ഷെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർക്കാണിത്. അപ്പോൾ പാർക്കിൻ്റെ വെളിയിലായിട്ട് ഇതേപോലെ ഒരു ട്രെയിൻ കാണാൻ പറ്റും. ഇത് വെറുതെ ഇട്ടേക്കുന്നതാണ്, ഒരു ഷോയ്ക്ക് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്, അല്ലാതെ ഇത് യൂസൊന്നും ചെയ്ത് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ക്ലോസ് ആയിരുന്നു പാർക്ക്, കൊറോണയുടെ പ്രശ്നം കാരണം. ഇപ്പോൾ പിന്നെ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ പാർക്കിൻ്റെ പുറമേ ഉള്ള ഒരു ഇവിടെ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്യണം. കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മാസ്ക് ഉണ്ടായിരിക്കണം, അതേപോലെ എയർത്രാസ് ആപ്പും കാണിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണിത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയാനാണെങ്കിൽ ഇവിടെ കോഴിയും അതേപോലെ മുയൽ, ഇപ്പം മുയലിനെ ഞാൻ കണ്ടില്ല കേട്ടോ. ഇതിന് മുമ്പ് നല്ലതായിട്ട് മുയലൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ വെറുതെ തുറന്ന് വിട്ടേക്കാണ്. അതായത് നാട്ടിലെവിടെയോ നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. ഇവിടെ വന്നു കഴിയുമ്പോൾ ഫുള്ള് കോഴിയുടെയൊക്കെ കരച്ചിലും ഒക്കെ ആയിട്ട് നല്ല ഒരു രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, കോഴിയൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് തുറന്ന് വിട്ടേക്കുവാണ്. ഒരുപാട് കോഴികളും അതേപോലെ താറാവിനെയൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നെറ്റ് അടിച്ചേക്കുന്നതിൽ ഫുള്ള് കോഴിയും അതേപോലെ താറാവും ഒക്കെയാണ്. നാട്ടിലൊക്കെ കാണുന്ന നമ്മുടെ നാടൻ കോഴിയുടെ അതേപോലെയുള്ള കോഴികളെയൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റി. അപ്പോൾ കുറേ കുട്ടികളൊക്കെ ഇങ്ങനെ കോഴികളുടെ പുറകിലൊക്കെ ഓടുന്ന കണ്ടു. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. കുറേ ബേർഡ്സും കുറച്ച് ആനിമൽസും ഉണ്ട്, അതിനെയൊക്കെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നല്ല പ്ലേ ഏരിയയും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പം ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഊഞ്ഞാൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ്. നാട്ടിൽ അതേപോലെയുള്ള പൂവൻകോഴിയൊക്കെ അല്ലേ ഇത്. മുയലൊക്കെ നേരത്തെ കുറേ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഞാൻ പോയപ്പം മുയലിനെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ കുറച്ച് ആനിമൽസും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആടിനെയൊക്കെ കണ്ടു. ആട്, അതേപോലെ ഒറിക്സ്, അങ്ങനെ കുറച്ച് ആനിമൽസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേജ് മൊത്തം ആടിന് ഇട്ടേക്കുവാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ നോക്കിയപ്പോൾ കുറേ കോഴികൾ മരത്തിലൊക്കെ കയറിയിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇതേപോലെ മരത്തിലൊക്കെ കോഴികൾ കയറിയിരിക്കില്ലേ, അതേപോലെ കുറേ എണ്ണം അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരുപാട് ഇരുട്ടി കഴിയുമ്പോഴേക്കും പോകരുത്. സൺലൈറ്റൊക്കെ ഒന്ന് ഫെയ്ഡ് ആകുമ്പോഴേക്കും പോകാൻ നിൽക്കരുത്, അതിന് മുമ്പേ പോകണം. പിന്നെ കുറച്ച് ആനിമൽസിനെ കാണാൻ പറ്റുള്ളൂ. ഡോങ്കി അങ്ങനെയൊക്കെയുള്ള ചെറിയ കുറച്ച് ആനിമൽസ് മാത്രമുണ്ട്. കുറേ ബേർഡ്സും ഒക്കെയാണുള്ളത്. ബേർഡ്സ് അല്ല, കോഴികളൊക്കെ. പിന്നെ മാനാന്ന് തോന്നുന്നു, മാൻ തന്നെയാണ്. ഇതിന് അപ്പുറത്തെ സൈഡിലായിട്ട് ബീച്ചാണ് വരുന്നത്. പിന്നെ ഇവിടെ വളരെ രസകരമായ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ വലിയൊരു ആമയുണ്ട്. അതിനിങ്ങനെ ഫ്രീ ആയിട്ട് തുറന്നു വിട്ടേക്കുക. അപ്പോൾ കുറേ കുട്ടികളും ഒക്കെ ഇതിൻ്റെ പിന്നാലെ പോകുന്ന കാണാം. പിന്നെ ഇതേപോലെ കുറേ ബേർഡ്സിനെയൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു.
ഇങ്ങനെ പ്ലേ ഏരിയ എല്ലാം ടേപ്പൊക്കെ ചെയ്ത് വെച്ചേക്കുവാണ്, അതൊക്കെ ക്ലോസ് ആക്കി വെച്ചേക്കുവാണ് ഇപ്പോഴും. ഇതാ കണ്ടില്ലേ, പിന്നെ കോഴികളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുവാണ് പാർക്കിൽ. അപ്പോൾ ഈ ഒരു പാർക്കിലേക്ക് പോകേണ്ടതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ പാർക്ക് ഇതുവരെ സന്ദർശിച്ചിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക, വളരെ നല്ല ഇഷ്ടമാവും. മാത്രമല്ല എൻട്രി ഫീയോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നല്ലൊരു പാർക്കാണ്, കുട്ടികൾക്ക് എന്തായാലും നല്ലതായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ കുട്ടികളുടെയൊക്കെ സത്യം പറഞ്ഞാൽ പ്രധാന പണി ഈ കോഴിയുടെ പുറകെ ഓടുക എന്നുള്ളതാണ്. ഇവിടെ വരുമ്പോൾ ഞാൻ ഒരുപാട് പിള്ളേരിങ്ങനെ കോഴിയുടെ പുറകിൽ ഓടുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ പാർക്കിലെ കാഴ്ചകൾ. അപ്പോൾ ഇതുവരെ ഈ പാർക്ക് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികളായിട്ട് വന്ന് ഈ പാർക്ക് കാണുക. ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ കാണും, അതിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട്, അതും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.